പറയാൻ പോകുന്നത് നമ്മുടെ സാജിദ സാജി. ആദ്യം എന്തോന്ന് ചെയ്യണമെന്നറിയാം. സാജിദ സാജി ആദ്യം പോയി എ തൊട്ട് ഇസഡ് വരെ ഒന്ന് പറഞ്ഞു പഠിക്കണം. അതാണ് മെയിനായിട്ട് വേണ്ടത്. പറഞ്ഞ് പഠിച്ചതിന് ശേഷം ആ വാക്കുകൾ അങ്ങോട്ട് കൂട്ടി എഴുതി വായിക്കാൻ പഠി. എവിടെയും കയറി ഷാ പറയാനുള്ളിടത്ത് സാ. ഷാജിദ ഷാജി വിഷയം ഇങ്ങനെ കറങ്ങി അങ്ങനെ യൂട്യൂബ് തുറക്കാൻ പറ്റണില്ല. യൂട്യൂബ് തുറക്കുമ്പോൾ ഷാജിദ ഷാജി ഇത് കണ്ട് മടുത്ത് ഞാൻ വിചാരിക്കണം ഇതെന്താണ് ഇത്രയും വലിയ വിഷയം ഷാജിദ ഷാജി. അങ്ങനെ ഞാനും ഇങ്ങനെ ഓരോന്നിങ്ങനെ നോക്കി വന്നപ്പം ഷാജിദ ഷാജിയുടെ ലൈവ് കാണാനിടയായി. ലൈവിൽ അങ്ങ് ഷാജിദ ഷാജി ഇരുന്നങ്ങ് തകർക്കുന്നുണ്ട്. ആളുകളെ വെച്ചങ്ങ് എന്തൊക്കെയാണ് പറയണേന്ന് ചോദിച്ചാൽ അറിഞ്ഞ വായി തോന്നുന്ന അപരാധങ്ങൾ മൊത്തവും പറയും. ആദ്യം വന്നിരുന്നും കൊണ്ട് സലാം പറയും. സലാം പറഞ്ഞിട്ട് എന്തോന്ന് ചെയ്യും, ഓരോരുത്തരെ കുറിച്ച് അങ്ങ് പറയും. കുട്ടികളെ പള്ളിയിൽ ചേർക്കണ ഉസ്താദന്മാരെ കുറിച്ചും സ്കൂളിൽ പഠിക്കണ ടീച്ചറിനെ കുറിച്ചും ബന്ധുക്കാരെ പറ്റിയും ആരൊക്കെ എവിടെയൊക്കെ ആരുണ്ട് അവരെ കുറിച്ച് മൊത്തത്തിലിരുന്നങ്ങ് ആക്ഷേപങ്ങൾ പറഞ്ഞങ്ങ് തകർക്കെ. പൊന്നു പെങ്കൊച്ചേ, നിനക്ക് വേറൊരു ജോലിയില്ലേ? നീ ബിസിനസ് നടത്തണം എന്ന് പറയും. ശരിയാണ്, ക്രീമിൻ്റെ ബിസിനസ് ഉണ്ട് നിനക്ക്. തുണികളെടുത്തിട്ട് വിൽക്കണ ആ ഡ്രസ്സിൻ്റെ ബിസിനസ് ഉണ്ട്. പിന്നെന്തോന്നു, മോതിരങ്ങൾ വിരലുകൾ മൊത്തം അടുക്കി വെച്ചിട്ട് മോതിരങ്ങളോ കമ്മലോ എനിക്കൊന്നും അറിയണ്ട അങ്ങനെയൊക്കെയുള്ള ബിസിനസ് എന്നും പറഞ്ഞാൽ അത് നടത്തുന്നുണ്ട്. നീ നടത്തിക്കോ, നീ അതേന്നും പറഞ്ഞുകൊണ്ടിരി. നീ ഇതെല്ലാം കഴിഞ്ഞ് ശരിയാണ് നീ നിൻ്റെ കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് നീ വന്നതിന് ശേഷം രാത്രി അങ്ങോട്ട് ഇരുന്നും കൊണ്ട് ലൈവിൽ വന്നിരുന്നും കൊണ്ട് കണ്ണൊക്കെ ഇരുന്നങ്ങ് മയങ്ങി. ഈ കൊച്ചിന് ഉറക്കമൊന്നും ഇല്ലെന്ന് തോന്നണേ. എനിക്കറിയാൻ വയ്യ, ഇതിന് ഉറക്കമൊന്നുമില്ല കേട്ടാ. ഇങ്ങനെ വന്നിരുന്നു നീ ഇങ്ങനെയാണ് എന്നും പറഞ്ഞ് അങ്ങ് ആളുകളെ കുറിച്ച് കുറ്റം പറയും. ഇത് മാത്രമേ കാണാനുള്ളൂ, ഈ ആളുകളെ കുറിച്ച് കുറ്റം പറയണേ. എന്നിട്ട് പറയും ഞാൻ 5 മക്കളെ പോറ്റണ്, 5 മക്കളെ പോറ്റാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. എൻ്റെ കെവിർക്ക തന്നിട്ട് പോയി എന്ന് പറയാൻ നീയും കൂടെ വിചാരിച്ചിട്ടല്ലേ കെവിർക്ക തന്നത് 5 എണ്ണത്തിന്. നിനക്കും വേണമെന്ന് പറഞ്ഞല്ലോ, നിനക്ക് വേണമെന്ന് പറഞ്ഞിട്ടല്ലേ നിനക്ക് 5 എണ്ണത്തിന് തന്നത്. അല്ലെങ്കിൽ നീ 1-2 മക്കളായപ്പോഴത്തേക്ക് അങ്ങ് മതിയാക്കാത്ത എന്തായിരുന്നു? എനിക്ക് വേണ്ട, എന്നെ കൊണ്ട് പറ്റൂല, കെവിർക്ക എന്ന് പറയണത്. നീ പിന്നെ നീ 5 എണ്ണത്തിന് ജന്മം കൊടുക്കാൻ നീയും കൂടെ വിചാരിച്ചിട്ടാണ് നീ 5 എണ്ണത്തിന് ജന്മം കൊടുത്തത്. നീ 5 എണ്ണത്തിന് ജന്മം കൊടുത്തിട്ട് പിന്നെന്തിനാണ് പറയണ കെവിർക്ക തന്നിട്ട് പോയി. ഞാൻ 5 എണ്ണത്തിനെ പോറ്റാനാണ്, 5 എണ്ണത്തിനെ പോറ്റാൻ. എടി പണ്ടത്തെ കാലത്തെ 10-12 മക്കളായിരുന്നടി. ആ 12 മക്കളെയൊക്കെ വളർത്തി ആ തള്ളയൊക്കെ വളർത്തി വലുതാക്കി എടുത്തത് അത്ര കഷ്ടപ്പെട്ടിട്ടാണ്. അതുപോലെ തന്നെ നിൻ്റെ ഉമ്മ നിങ്ങൾ 3 പെൺമക്കളാണെന്ന് നീ പറയുന്നുണ്ട്. നിൻ്റെ ഉമ്മ നിങ്ങളെ 3 എണ്ണത്തിനെ വളർത്താൻ അത്ര കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. നീ 5 എണ്ണത്തിനെ പോറ്റണം എന്ന് പറയണം. ഇപ്പോൾ ഉമ്മ പോലും ആ വീട്ടിലില്ല. പറഞ്ഞു ഉമ്മാരാ എന്തേര് ബെല്ലി ഡാൻസ് എടുത്ത് ഇതിലിട്ട് തുണി പൊക്കി ഡാൻസ് എന്നും പറഞ്ഞുകൊണ്ട് എടുത്തിട്ട് ആ തള്ളെ പറഞ്ഞ് ആ പാവ ഉമ്മ അവിടെ നിന്ന് നാട് വിട്ട് വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. അപ്പം ഈ ലൈവിലിരുന്നു കൊണ്ട് നിലത്തെ ലൈവിലിരുന്നു കൊണ്ട് പറയണ ഓരോ കാര്യങ്ങൾ അതൊന്ന് കണ്ടു നോക്കാം. കഴിയരുതേ പറഞ്ഞിട്ടുള്ള കുടുംബത്തിൽ നിന്ന് അവരുടെ കുടുംബത്തിലും ഉണ്ടായിരുന്നു, എന്റെ കുടുംബത്തിലും ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ മരിക്കാനാണ് കിട്ടാത്തത്? സന്തോഷമായിട്ട് ജീവിക്കല്ലേ എന്താ പറയാ, നാരികൾക്ക് സന്തോഷമായിട്ട് ജീവിക്കുന്ന കണ്ടുകൂടാ പറഞ്ഞിട്ടേ മരിക്കട്ടെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പീത്തി വിട്ടിട്ടുണ്ടാവും. എന്താ പറയാ, എടുത്ത ചാട്ടത്തിന്റെ പുറത്ത് ചെയ്തു പോയി. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ആ മനുഷ്യൻ ഉണ്ടാക്കി വിട്ട 5 മക്കളെ ഞാൻ പൊന്നുപോലെ നോക്കുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റും പോലെ ഞാൻ നോക്കുന്നുണ്ട്. പറഞ്ഞിട്ട് പറയണ് അയാളുണ്ടാക്കിയിട്ട 5 മക്കളെയാണ് ഞാൻ പോറ്റണതെന്ന്. അവര് നോക്കണേക്കാട്ടി പെർഫെക്റ്റ് ആയിട്ട് 5 മക്കളിനെ ഞാൻ അവരിനെക്കാട്ടി ഒരു പടി മുന്നിലാക്കി നോക്കുന്നുണ്ട്.
അത്ര എന്നെ കൊണ്ട് പറ്റുള്ളൂ. ഇതിൽ മീതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ രാപ്പകലില്ലാണ്ട് ഓടുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്റെ മക്കൾക്ക് അറിയാം എന്താ ഉമ്മ ചെയ്യണത്. നിങ്ങൾ പറയണ്ടല്ലോ അഴിഞ്ഞോടാൻ നടക്കണോ, അപ്പം വിൽക്കാൻ നടക്കണോ എന്നൊക്കെ. അപ്പം വിറ്റാലോ അമ്മ വിറ്റാലോ എന്റെ മക്കളെ ഞാൻ നോക്കുന്നുണ്ടല്ലോ. അപ്പനെയും അമ്മനെയും വിറ്റാലും ഞാൻ എന്റെ മക്കളും അന്തസ്സായി നോക്കുന്നുണ്ടല്ലോ. മറ്റുള്ള പെണ്ണുങ്ങളെ പോലെ പുഴയിലേക്ക് എടുത്ത് എറിയലും കടലിൽ കൊണ്ട് കല്ലിലടിച്ച് കൊല്ലലും അല്ലെങ്കിൽ സുഖത്തിന് വേണ്ടി കണ്ടവന്മാരുടെ പിന്നാലെ ഓടിയിട്ടൊന്നും ഷാജി ഓടിയിട്ടില്ല. 2 കൊല്ലമായിട്ട് ഷാജി എവിടേക്കും ഓടിയിട്ടില്ല. അപ്പനെയും അമ്മനെയും വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഇഷ്ടോടാ, അത് ഞാൻ എന്റെ ഇഷ്ടമാണ്. അപ്പനെ അമ്മനെ വിൽക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. അത് നീയാണോടാ തീരുമാനിക്കുന്നത്? 15 കൊല്ലം അപ്പനെ. ഓ, ഇത് അയൽവാസി അങ്ങണ്ട പറഞ്ഞു, ഒരു ബന്ധത്തിലുള്ള ഏതോ വയ്യന്മാരാങ്ങണ്ട പറഞ്ഞതിനെ കുറിച്ചാണ് പറയണത്. അപ്പനെയും അമ്മേനെയും വിൽക്കാൻ അത് അവളെ ഇഷ്ടമാണ്, അപ്പനെയും അമ്മേനെയും വിറ്റ് നടക്കണം. അമ്മനെയും വിൽക്കാണ്ട് തന്നെ എന്റെ കബീർക്ക് നോക്കിയിട്ടുണ്ടല്ലോ. ആ കൊല്ലങ്ങളൊക്കെ ഞാൻ അന്തസ്സായി ജീവിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ഇനി കെട്ടിയോ മരിച്ചിട്ട് അപ്പനെയും അമ്മനെയും വിൽക്കാൻ വേണ്ടി നിൽക്കുന്നതാ നഷ്ടം. നിന്റെ ഉപ്പ മരിച്ചപ്പോ കെട്ടിയോനില്ലാണ്ട്. ഓ, അയൽവാസിയായ പയ്യനാണ്. കെട്ടിയോൻ മരിച്ചിട്ടുണ്ട് ഇപ്പോഴെന്ന്. ആ പയ്യന്റെ വാപ്പ മരിച്ച കാര്യമെന്ന് പറയണ അതാണിപ്പോൾ ഈ ഇടയ്ക്ക് വെച്ചിട്ട് അയാൾ ചത്ത്, അയാൾ പോയി, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് ആ മരിച്ച ആളിനെ കുറേ പറഞ്ഞു. ഇപ്പം എന്താ പറയണ്, ആ പയ്യൻ്റെ ഉമ്മ അപ്പനെ വിൽക്കാൻ പോകുന്നു. ആളല്ലേ നീ? കഞ്ചാവടിയാണ്. കഞ്ചാവടിച്ച് കട്ട കിടന്ന ആ തള്ള എന്ത് ചെയ്യും? കാതർക്കുള്ളവർക്ക് പൊന്നുപോലെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി പൊന്നുപോലെ നോക്കാൻ ആരുമില്ല. വേണമെങ്കിൽ അവര് കുടുംബക്കാർ. ഓ, കഞ്ചാവടിയനാണെന്ന് ആ പയ്യൻ. എവള് വന്നിരുന്ന് രാത്രിയിലൊക്കെ ഇങ്ങനെ വന്നിരുന്ന് പറയണ കേട്ടാൽ നമുക്ക് തോന്നും ഈ പയ്യനെ തിരിച്ച് കഞ്ചാവടിയനെന്ന് വിളിച്ച് എവക്കാണ് ആ സ്വഭാവം ഉള്ളതെന്ന് സത്യം പറഞ്ഞാൽ തോന്നിപ്പോവും. അത് പലരും കമൻറ്റുകൾ ഇട്ടിട്ടുമുണ്ട്. എവക്കാണ് ഈ സ്വഭാവം ഉള്ളത്. അതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കണ്ണൊക്കെ ഇരുന്ന് മയങ്ങി ജനങ്ങളെ മൊത്തവും ചീത്ത വിളിക്കുന്നു. ഫുള്ള് ചീത്ത വിളിയാണ്. എവളെ ലൈവ് കയറാൻ പറ്റൂല. ലൈവ് ആയാൽ ഇപ്പം എവളെ ഇടുന്ന വീഡിയോ ആയിരുന്നാലും ഫുള്ള് ചീത്ത വിളിയാണ് കേൾക്കണത്. എന്നിട്ട് എവള് ബാക്കിയുള്ളവരെ കുറ്റം പറയും. നോക്കിയിരിക്കും. കോട്ടക്കലും എവിടെ കൊണ്ടോട്ടിയൊക്കെ കുറെ ആൾക്കാരുണ്ട്. അവര് നല്ല പാവങ്ങളാണ്, നല്ല സഹായങ്ങൾ ചെയ്യും. ഈ നാറിന് 4ഉം 5ഉം പ്രാവശ്യം ഗൾഫിൽ പോയിട്ട് അവര് നാറിയെന്നല്ലാണ്ട് ആ ഗൾഫിൽ കൊണ്ടുപോയിട്ട് ആ അറബികളുടെ അടുത്ത് തല്ലൂടിയിട്ട് ഈ നാറി അവിടെയും ഗൾഫ് രാജ്യത്ത് തല്ലൂടി നാറി നാട്ടിൽ വന്നു. ഡ്രൈവിംഗ് പണിക്കാണ് പോയിക്കുന്നത്. എന്നാലും ഈ പയ്യൻ ഗൾഫിൽ കിടന്ന് അടി കൂടിയിട്ടാണ് നാട്ടിൽ. ആ പയ്യനെ അങ്ങ് കരിപ്പിക്കണ കേട്ടാ. ലൈവില് ഈ പെങ്കൊച്ച് കയറിയിരുന്നങ്ങ് കരിപ്പിക്കുകയാണ്. അറബിന്റെ മകളിനെ കൊണ്ടുവിടാൻ പറഞ്ഞപ്പോ ഈ നാറിക്ക് വയ്യത്ര. പിന്നെ എന്തിനാ അറബിന്റെ ചെട്ടി കഴുകാൻ പോയതാടാ നീ? അറബിന്റെ കെട്ടികളിലും ചെട്ടി കഴുകാൻ പോയതാ നീ? അറബിന്റെ മകളില് കോളേജിൽ കൊണ്ടുവിടാൻ ഈ പയ്യ അറബിയുടെ ചെട്ടി കഴുകാൻ പോയാന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് കുറെ കടാക്കി, അവിടുന്ന് കുറെ ഇതാക്കി, വലിയ പുളിത്തി. അന്ന് അവിടുന്ന് ഉംറയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ കബീർക്കാക്കും അവൻ വീഡിയോ കോളൊക്കെ ആക്കുമായിരുന്നു. എവക്കെന്ത് ആ പയ്യൻ കടമാക്കിയെങ്കിൽ എവക്കെന്തേറിന്റെ കുഴപ്പം? അവരല്ലേ നോക്കണത്. അതിന് എവക്കെന്തേര് കുഴപ്പം? ആ പയ്യൻ അവിടെയും കടമാക്കി ഇവിടെയും കടമാക്കി എന്നാണ് പറയണത്. എവക്ക് നല്ല വല്ല നഷ്ടമുണ്ടോ? അങ്ങനെ ഷാജിത്താത്ത ഇങ്ങനെ എന്താക്കണോ എന്ന് ചോദിച്ചിട്ട് വീഡിയോ കോൾ ആക്കിയിരുന്നു. ഓ, എനിക്ക് എൻ്റെ കെവിർക്കാക്കും വീഡിയോ കോൾ വിളിക്കുമായിരുന്നു. അതവിടെ നിൽക്കട്ടെ. ആ പയ്യനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്തതാണ് രസം. അടുത്ത ആളിനെ കുറിച്ച് പറയും. പിന്നെ ഒരു നാറി ഇറ്റ്സ്മി കൈസ് ഉണ്ട്. ആ മൈരനെ ഇല്ലേ, എന്തോ പറഞ്ഞിട്ടും കാര്യമില്ല. നാറി ഇറ്റ്സ്മി കൈസിനെ കുറിച്ചാണ് പറയണത്. ഞാൻ പറഞ്ഞില്ലേ, ഇത്തിരി നേരത്തെ തൊട്ടയലുമൊക്കത്തുള്ള ബന്ധത്തിലുള്ള പയ്യനെ അങ്ങ് ഇടിച്ച് അവന് അത് മുളയ്ക്കൂല, ഇത് മുളയ്ക്കൂല, മറ്റതാണ് മറിച്ചാണ്, അവൻ കടം വരുത്തി വെക്കണം പറഞ്ഞ് ഫുള്ള് പറഞ്ഞ്. ഈ കൊച്ചിന് എന്തിൻ്റെ കുഴപ്പമുണ്ട് കേട്ടോ, എന്തോ പ്രശ്നമുണ്ട്. അടുത്ത ഇറ്റ്സ്മി കൈസിനെ കുറിച്ചാണ് പറയണത്. അതൊന്ന് കേൾക്കാം. തന്നെയാണോ നീ? 2 ഘട്ടതാണ് നീ. 2 ഘട്ട സാധനമാണ്. കാരണം എന്താ അറിയോ, നീ 2 ഘട്ടതായതുകൊണ്ടാണ് നീ പായുന്നത്. നീ ആണാണെങ്കിൽ ആണത്തം കാട്ടി അവിടെ തന്നെ നിൽക്കണം. തല്ലാൻ വരുമ്പോ, ആൺകുട്ടികൾ തല്ലാൻ വരുമ്പോ അവിടെ നിൽക്കണം, ഓടില്ലേ. അതുപോലെ ക്ലിനിക്കിൽ ക്യാൻസർ സെന്ററിലാണ് ഇറ്റ്സ്മി കൈസ് പണിയെടുക്കണത്. അപ്പൊ ഇവള് ഗുണ്ടകളെയും കൊണ്ട് ഇറ്റ്സ്മി കൈസിനെ അടിക്കാൻ ചെല്ലുമ്പോ അവിടെ തന്നെ നിൽക്കണം. ഇവള് ഗുണ്ടകളെയും കൊണ്ടാണ് പോണത് കേട്ടാ. നീ ഒറ്റയ്ക്ക് പോ, അതാണ് നല്ലത്. നിനക്ക് ഇത്രയും തൻ്റെ ഇടം ഉണ്ടല്ലോ. നിനക്ക് ഈ ആളുകളെ മൊത്തം ഇരുന്ന് ലൈവിലിരുന്ന് ചീത്ത വിളിക്കാമെങ്കിൽ നീ അത് വേണം ചെയ്യാൻ. ആൾക്കാരെ വിട്ടിട്ട് കേസ് ഇവിടെ ഇല്ല, കേസ് അവിടെയാണ്, കേസ് ചായ കുടിക്കാൻ പോയി, കേസ് ചോറുണ്ണാൻ പോയി, കേസ് മറ്റേത് കഴിക്കാൻ പോയി. നിനക്കൊക്കെ ആരുടെ കേസ് പെണ്ണ് വന്നത്?
എടാ നാറി കേസ് നിനക്കൊക്കെ പെണ്ണ് ആ പെണ്ണിന്റെ ജീവിതം തൊലഞ്ഞു. അതുപോലെ നിന്റെ ഉപ്പ ഉമ്മ നിന്റെ ആരൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ ലൈഫ് ഞാൻ ആലോചിക്കണേ. എന്തൊക്കെ ഉപ്പാനി ഉമ്മാനി നായിന്റെ മക്കള് വളർത്തി വലുതാക്കി ഇങ്ങനത്തെ വരെ. നിങ്ങളൊക്കെ തിന്നണ ചോറില്ലേ ഉപ്പാന്റെ അടുത്തും ഉമ്മാന്റെ അടുത്തും അവന്റെ നാറി പെണ്ണിനോട് എനിക്ക് പറയാനുള്ളത്, എടി നിനക്കൊക്കെ ചോറ് തരുന്നത് ഇവൻ കണ്ട പെണ്ണുങ്ങളിൽ ബാക്കിയുള്ളവരുടെയും എന്താ പറയാ ശാപം വലിച്ചിട്ടിട്ടുള്ള ഒരു സംഭവമാണ് നിനക്കൊക്കെ തിന്നാൻ തരുന്നത്. അതൊക്കെ നീ തിന്ന് ഛർദ്ദിച്ച് നീ ഹോസ്പിറ്റലിൽ കൊടുക്കാനേ നിനക്ക് കഴിയുള്ളൂ. നമ്മുടെ ഷെഫീന ബീവിയെ കുറിച്ചാണ് ഇനി നമ്മുടെ ഷാജിദ ഷാജി പറയാൻ പോകുന്നത്. ഷാജിദ ഷാജിയുടെ കുറവുകളെല്ലാം നികത്തി നല്ല പെർഫെക്റ്റ് ആണ് ഷാജിദ ഷാജി. എന്നിട്ടാണ് അവൾ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളിലേക്ക് ഇടപെടുന്നത്. അപ്പോൾ ഗുണ്ടകളെയും കൊണ്ട് ഇറ്റ്സ് മീ കേസിൻ്റെ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കയറി തല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അവരെ ആൾക്കാരെയൊക്കെ അടുത്തുള്ള പയ്യന്മാരെയൊക്കെ തല്ലാനായിട്ടൊക്കെ ഗുണ്ടകളെ ഇടപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അടുത്ത ഷെഫീന ബീവിയാണ്, അതൊന്ന് കാണാം. ചരിത്രം ഞാനോട് പുറത്തിട്ടു. ജിനിച്ചേട്ട അടിച്ച് അവളുടെ കരണം പോച്ചിട്ടുണ്ട്. അവളുടെ അല്ല അവളുടെ കൂടെ അപ്പം അവൾ ആർക്കാണോ വിൽക്കുന്നേ അവന്റെ ഒക്കെ ഷെഫീന ബീവിയ ജിനു അടിച്ച് പുറത്തിട്ടെന്നു, കാറിൽ നിന്ന് അടിച്ച് പുറത്തിട്ട് ഏതോ ഒരു വീഡിയോ എടുത്ത് അവൾ പോസ്റ്റ് ചെയ്തായിരുന്നു മുമ്പ്. ഷെഫീന ഇതുപോലെ ജിനുവിൻ്റെ അടുത്ത് പോയി, അത് അവർ തങ്ങളിലുള്ള പ്രശ്നമല്ലേ, അത് എവുക്കെന്ത് അത് അവർ തങ്ങളിലുള്ള പ്രശ്നം. അത് അവിടെ ചെന്ന് ഷെഫീന ബീവി സംസാരിച്ച് ശരിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കായി. എവളെന്തെല്ലാം ഇരുന്ന് വിളിക്കണം, ആരെല്ലാം എവളെ കയറി അടിക്കാനുള്ളതാണ്, ആരെല്ലാം എവളെ വീട്ടിൽ ചെല്ലാനുള്ളതാണ്, ആരെങ്കിലും പോകുന്നുണ്ടോ? ഷെഫീന ബീവി എന്തോന്ന് ചെയ്ത് സഹി കെട്ടപ്പം ജിനൂസിൻ്റെ വീട്ടിൻ്റെ ആ ഭാഗത്ത് പോയി. ജിനൂസ് പിടിച്ച് കാറിൽ നിറക്കി. അങ്ങനെ ഒരു സംഭവമേ നടന്നില്ല. ഞാൻ ലൈവ് ഷെഫീനാരെ വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു സംഭവമേ അവിടെ നടന്നിട്ടില്ല. ശരിയാണ്, ഷെഫീന അവിടെ പോയി, അവർ തങ്ങളിൽ വാക്ക് തർക്കം ഉണ്ടായി, അടിച്ചതുമില്ല പിടിച്ചതുമില്ല. അവസാനം അങ്ങനെ അങ്ങ് ആക്കിയെടുത്ത്. എൻ്റെ പൊന്നു മോളെ തള്ളുമ്പോൾ കുറച്ചൊക്കെ തള്ളും. അടിച്ച വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇനി വീഡിയോ വരാൻ കിടക്കടി. എടി നാറി, പണ്ടത്തെ വീഡിയോ നെബിനെ കുറിച്ചും നെബിന്റെ ഭാര്യമാര് വേശികളാണെന്ന് പറഞ്ഞ നിന്റെ നാവ് പുഴുത്തു പോകുള്ളൂ. നിന്റെ നാവ് അധികം കാലം ഉണ്ട്. നിന്റെ അരയ്ക്കുന്ന കിട്ടല്ലേ തളർന്നു, നീ ഫുള്ളായിട്ട് തളരും. ഷെഫീനാരെ നാവ് പുഴുക്കുമെന്നാണ് പറയണത്. എവളോ ഷെഫീനാരെ ഓരോ വീഡിയോയും എടുത്തിടുന്നു, ഷെഫീനാരെ നാക്ക് പുഴുക്കുമെന്നു. പിന്നെ ഈ ഇടയ്ക്ക് വെച്ചിട്ട് വിളിക്കുന്നുണ്ട് ഷെഫീന എന്തൊരു ഞൊണ്ടിക്കാലിന്നും എഴഞ്ഞ് നടക്കണമെന്നും ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അരയ്ക്ക് താഴോട്ടല്ലേടി തളർന്നത്, അതുപോലെ ഫുള്ള് തളരും. എൻ്റെ പൊന്നു കൊച്ചെ, നീ പോണ പോക്കിലാണ് കിണഞ്ഞ് വീണ് നീ തളർന്നു കഴിഞ്ഞ നിനക്കാരും കാണൂല. ചിലപ്പം ഈ പറയണ നിൻ്റെ നാക്കായിരിക്കും വലിക്കണത് അവിടെ. ഷെഫീന തളർന്ന് കിണഞ്ഞ് വീഴുമെന്നും അരയ്ക്ക് താഴെ തളർന്നെന്നും ഒക്കെ പറയണം. നിന്റെ നാക്കുണ്ടല്ലോ, നിന്റെ നാക്ക് ചിലപ്പോൾ നിനക്കായിരിക്കും അത് സംഭവിക്കണം. നീ ഓർത്തു വെച്ചോ. നീ ഈ പറയുന്ന ഓരോ വാക്കും ഉണ്ടല്ലോ, ഇത് ശരിയായ കാര്യമല്ല. ഞങ്ങളൊക്കെ പഠിച്ച ആൾക്കാരടി, നീ എന്ത് പഠിച്ചടി? അപ്പം മുക്കാൻ പഠിച്ചു. അതാണ് ഇപ്പം ഷെഫീന അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞാണ് ഇവള് പറയണത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവള് ഇരുന്നും കൊണ്ട് പിന്നെ സ്കൂളിലെ ടീച്ചർമാരെ കുറിച്ചും എവളെ മക്കൾ എത്തിങ്ങാനയിലാണല്ലോ നിന്നത്. 10 അറിവ് പഠിപ്പിച്ച ഉസ്താദന്മാരെ അവള് ചീത്ത വിളിച്ചതാ. അവിടെ ചെന്നിട്ട് എവള് ലൈവ് ഇട്ടതാ, മോനെ മറിച്ച മോനെന്ന് തന്നെ അവള് വിളിച്ചത്. ആ ലൈവ് ഇട്ടത് എവക്ക് അത് കൊള്ളായിരുന്ന? അയ്യടി, ഗൾഫിൽ പോയി അപ്പം വിറ്റു, വേറുള്ളവിടെ പോയി അപ്പം വിറ്റു, 2 മക്കളിനെ അപ്പം വിറ്റിട്ട് ഏതെങ്കിലുമൊക്കെ ഉണ്ടാക്കി കുറേ. ഷെഫീന ഗൾഫിൽ പോയി അപ്പനെ വിറ്റു എന്നാണ് പറയണത്. ഗൾഫിൽ പോയി അപ്പനെ വിറ്റു, 2 മക്കളായി. വേറെ എവിടെ പോയി അപ്പനെ വിറ്റു, 2 മക്കളായി. ഞാൻ വേറെ ഒരപ്പനെയും വിറ്റിട്ടില്ല. ഞാൻ വിറ്റ അപ്പൻ കെവിർക്കായാണ്. എന്താണ് ക്രിസ്ത്യാനിനെ ഉണ്ടാക്കി, കുറെ ഹിന്ദുവിനെ ഉണ്ടാക്കി, കുറെ ചൈനക്കാരനുണ്ടാക്കി, അങ്ങനെ എന്തിനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഷെഫീന ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമിഴനെയും ചൈനക്കാരനെയും ആന്ധ്രാക്കാരനെയും എനിക്കൊന്നും ബംഗാളിയെയും ഒക്കെ ഉണ്ടാക്കിയെന്ന്. അങ്ങനെയാണ് ഷെഫീനാക്ക് ഇത്രയും പേരായിട്ട് 2 എണ്ണയുള്ള, ഇത്രയും പേരെ ആക്കിയെങ്കിൽ 2 മക്കളെ ഉള്ള. കൊള്ളാലടി നിന്റെ പോക്ക്.
അപ്പൊ ഞാനല്ലടി മോളെ വിൽക്കുന്നത്, നീ അടി വിൽക്കുന്നേ. എന്താ ചെയ്യാ, നാറി ഭയങ്കര നാറിയാണ്. ചേട്ടയ്ക്ക് എത്ര കിട്ടിയാലും അതമ്പതിക്കാത്തൊരു ജന്തു. അരയ്ക്കുന്നൊക്കെ കിട്ടില്ല, ഫുള്ളായിട്ട് അവള് തളരണം. മിക്കവാറും നിന്റെ നാക്ക് ഉടനെ താഴ്ത്തിയിടും. നീ ഈ തൈറോയ്ഡ് വന്ന് നിനക്ക് മുഴയാണ് എന്നും പറഞ്ഞ് നീ അതിലിരുന്ന് പിച്ചതണ്ടി. നിനക്ക് തൈറോയ്ഡ് ഉണ്ട്, നിനക്ക് പിന്നെ തൈറോയിഡിൻ്റെ മുഴ സർജറി ചെയ്യണം, നിനക്ക് ക്യാഷ് വേണമെന്നും പറഞ്ഞ് നീ ഓരോരുത്തരടുത്ത് തെണ്ടി. ഈ ആളുകൾ നിന്നെ സബ്സ്ക്രൈബ് ചെയ്ത നിന്റെ വീഡിയോ കാണുന്ന എല്ലാവരും നിനക്ക് പിച്ച തെണ്ടിയപ്പം നിനക്ക് ക്യാഷ് ഇട്ട് തന്നില്ലേ? അതുകൊണ്ടല്ലേടി നീ സർജറി ചെയ്തത്. നിനക്ക് സർജറി ചെയ്യാൻ നിനക്ക് 5 പൈസ ആയില്ല. നീ കുറച്ചുകൂടെ കള്ളത്തരം പറഞ്ഞ് നീ അങ്ങോട്ട് മേടിച്ചതേ ഉള്ളൂ, നിനക്ക് ഇത്ര ആയെന്നും പറഞ്ഞും കൊണ്ട്. എടി അപ്പോഴും കൂട്ട് നിന്ന നിൻ്റെ ഉമ്മ അല്ലേയിരുന്നു ആ ഹോസ്പിറ്റലിൽ വന്ന് നിന്നതും നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയതും. അതിനുശേഷം നിൻ്റെ വീട്ടിൽ വന്നപ്പോൾ നിനക്ക് ഉമ്മ അല്ലേടി പാചകം ചെയ്ത് ആഹാരമൊക്കെ പാചകം ചെയ്ത് 3 4 5 നേരം തന്ന് നിന്നെ ഇരുത്തിയത്, നിൻ്റെ മക്കളെ നോക്കി ആ ഉമ്മായെ നീ അടിച്ചിറക്കി. എന്നിട്ട് നിൻ്റെ വീട്ടിലുള്ള അനിയത്തിമാരെ അടിച്ചിറക്കി. എന്നിട്ട് നീ സുഖവാസം നയിക്കണം. എന്നിട്ട് അതിന് പോരെങ്കിൽ ഇപ്പം എന്താ തൊട്ടയലുമൊക്കത്തുള്ള പയ്യന്മാരെ മണ്ടയിൽ അവന്മാർ കഞ്ചാവടിയന്മാരെന്നും കള്ളുകുടിയന്മാരെന്നും അവന്മാർ കള്ളുകുടിക്കാൻ പിന്നെ അവൻ്റെ വാപ്പ ചത്തുപോയെന്നും ഇങ്ങനെയൊക്കെ അല്ലേ നീ പറഞ്ഞുകൊണ്ട് കിടന്നത്. അവന്മാർ കഞ്ചാവടിക്കണമെങ്കിൽ നിനക്കെന്ത്? പിന്നെ അത് പോട്ട് ഷെബീനാരെ മണ്ടയിൽ ചെന്ന് കയറണം. ഇപ്പം എത്ര പേരപ്പം പിന്നെ കൈസിൻ്റെ മണ്ടയിൽ കയറണ്. നീ അല്ല അവളെ തന്നെ, നീ എല്ലാവരെയും മണ്ടയിൽ കയറിക്കോ. ഷെബീന അപ്പനെ വിറ്റാണ് കിടക്കണത്, അപ്പനല്ല അടേനെ വിറ്റാണ് കിടക്കണത്. പോടി കഴിച്ച് ഇല്ല. ഷെബീന അരയ്ക്ക് താഴെ തളർന്നെങ്കിൽ നിന്റെ നാക്കായിരിക്കും തളരണത്. നീ നോക്കിക്കോ. നീ പഠിച്ച തളർത്തി അവിടെ കിടത്തണം. അപ്പളെ അവള് മൂത്രം ഒഴിക്കുമ്പോളെ ബെഡിൽ മൂത്രം ബാക്കിയുള്ളത് ഒഴിക്കുമ്പോ അവള് നീ ആയിരിക്കും ഒഴിക്കാൻ പോണത്. നീ നോക്കിക്കോ. പഠിക്കുള്ളൂ, അല്ലാണ്ട് അവള് പഠിക്കില്ല. ആണുങ്ങളുടെ നേരിക്കൊക്കെ അവള് എമാരും അവള് എന്നെ വലിയ ഇത് പറഞ്ഞല്ലോ. എന്തേടി നീ എന്റെ നാട്ടിൽ വന്നിട്ട് എന്നെ കാണാണ്ട് പോയിടി? പിന്നെ പറഞ്ഞതിന് കാര്യമുണ്ട്. നീ അങ്ങനെയാണ് ഇരുന്ന് ഷെബീനാരെ മക്കളെയൊക്കെ പറഞ്ഞത്. ഷെബീനാക്ക് തളർവാദം പിടിച്ചെന്നും നടുവൊടിഞ്ഞെന്നും മറ്റതാണെന്നും മറിച്ചതാണെന്നും ഷെബീനാരെ മോന് പൊണ്ണത്തടിയനെന്നും എന്തേരൊക്കെ ആ കുട്ടി. എടി ഇത്ര നല്ല സ്വഭാവമുള്ള 2 മക്കളെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണോടി. നിനക്ക് പാടുണ്ട് അങ്ങനെയുള്ള മക്കളെ കിട്ടാൻ. നീ ലൈവിലോട്ട് വന്നിരുത്തിയിട്ട് നീ കണ്ടോരെ ചീത്തയല്ലേ വിളിപ്പിക്കണം. 5 വയസ്സായ കൊച്ചിനെയൊക്കെ കൊണ്ട് നീ പള്ളല്ലേ വിളിപ്പിക്കുന്നത്. ഷെബീനായി നീ എന്തെല്ലാം വിളിപ്പിച്ച്. അതൊക്കെ ഓർമ്മ വേണം ഷാജിദ. എന്നെ കണ്ടാണ് നിന്റെ കാരണം എന്ന് പൊളിഞ്ഞു നോച്ചാൽ മതി. നീ ആദ്യം പോയി ഷെഫീന എന്നുള്ള പേര് പറഞ്ഞു പറ്റി. സെഫീന ബീവി അല്ല ഷാജിദ, ഷെഫീന ബീവി. ആദ്യം അക്ഷരങ്ങൾ പഠി. ഇംഗ്ലീഷിൽ A തൊട്ട് Z വരെയുള്ള അക്ഷരങ്ങൾ പഠിച്ചിട്ട് അത് കൂട്ടിച്ചേർത്ത് വായിക്കാൻ പഠി. അല്ലാതെ ഷെഫീന ബീവി എന്നുള്ളത് സെഫീന ബീവി അല്ല. നീ എന്നോട് സെഫീന ബീവി ആ കണക്കിന് ഷെഫീന വരണില്ലെന്ന് വേണം പറയാൻ. തിരിച്ച് മറുപടി തരണില്ല. നീ ഷെഫീനാര വീഡിയോകൾ ഫുള്ളെടുത്ത് നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് നീ എടുത്ത് ഓരോരുത്തരെടുത്ത് കെഞ്ചിക്കിഴഞ്ഞ് ചോദിച്ച് നീ ഇടുന്നുണ്ട്. നിനക്കതിൻ്റെ ആവശ്യമുണ്ടാ? ഇപ്പം മനസ്സിലായി പണം തലയ്ക്ക് മീതെ കയറുമ്പോൾ അഹങ്കാരം കൂടുമെന്നുള്ളത്. പണ്ട് ഷാജിദാക്ക് പണം ഇല്ലാതെ ഇരുന്ന സമയത്ത് ഷാജിദ പാവുമായിരുന്നു, വെറും പഞ്ചപാവുമായിരുന്നു. ഇപ്പം പണം തലയ്ക്ക് മീതെ വന്ന് കയറിയപ്പം ബന്ധുക്കാരെ വേണ്ട, ഉമ്മായ വേണ്ട, സഹോദരങ്ങളെ വേണ്ട, അയൽവക്കത്തുള്ള അയൽവക്കത്ത് താമസമുണ്ട്, അവരെ ചീത്ത വിളിക്കക്കോ, അവരെ അടിക്കാൻ കയറക്കോ, പിന്നെ നാട്ടിലുള്ളവരെ ഫുള്ള് അടിക്കാൻ കയറക്കോ. ഇതാണ് ഷാജിയുടെ തൊഴിൽ. ഇപ്പം പണം കണ്ടമാനം ഉണ്ടായപ്പോൾ ഗുണ്ടകളും കൂടെ കൂടി എന്നുള്ളത് ആണ് സത്യം.